അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. കേരളത്തിലെ BJPയുടെ സാധ്യതകൾ എങ്ങനെ കാണുന്നു? വലിയ സാധ്യതയാണ് BJPക്ക് ഉള്ളത്. പ്രത്യേകിച്ചും BJP മാത്രമേ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ആളുകളുടെ മുന്നിലുള്ളൂ. ഈ മറ്റ് രണ്ടുപേരെയും പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. ഇവരൊക്കെ എന്താണെന്നുള്ളത് മലയാളി പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഒരു പുതുമയോ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ഉദ്വേഗമോ ഒന്നും ഈ കാര്യത്തിലില്ല. UDF ഭരിച്ചപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? 5 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള അനുഭവം ഓർത്താൽ മാത്രം മതിയല്ലോ. അഴിമതികൾ, സ്ത്രീ പീഡനങ്ങൾ, സ്വജനപക്ഷപാതിത്വം, അക്രമം, കലാപങ്ങൾ, ഇതാണ് UDFൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. എന്താണ് LDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അഴിമതികൾ നിർലോഭം തുടരുന്നുണ്ട്, സ്വജനപക്ഷപാതിത്വം അതുപോലെ തുടരുന്നുണ്ട്, പിൻവാതിൽ നിയമനങ്ങൾ തുടരുന്നുണ്ട്, ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളുടെ ഉന്മൂലനം നടക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ മാത്രം ഭരണം നടക്കുന്നുണ്ട്, ആ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം ധാരാളമായി സമ്പാദിക്കുന്ന അവസ്ഥ നടക്കുന്നുണ്ട്. ഇതുതന്നെയാണ് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ BJP മാത്രമാണ് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ആ ആൾട്ടർനേറ്റീവിനെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 11 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നു, 8 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. ഏതാണ്ട് 6ഓളം മണ്ഡലങ്ങളിൽ വളരെ നേരിയ വ്യത്യാസത്തിന് BJPക്ക് 36 മണ്ഡലങ്ങളിൽ 35,000 മേൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. 25 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് BJP എമർജ് ചെയ്ത് കഴിഞ്ഞു. 40 ലക്ഷം വോട്ടാണ് BJPക്ക് കിട്ടിയത്, 19.72%. അതായത് പണ്ട് കാലത്ത് ഒരു BJPക്കാരനെ കാണാൻ അടുത്ത പഞ്ചായത്തിൽ പോയി നോക്കണം എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇന്ന് നമ്മൾ കാണുന്ന 5 മലയാളി വോട്ടറിൽ ഒരാൾ BJPക്കാരനാണ്. ഏതാണ്ട് 20% വോട്ടായി. അപ്പോൾ അത്രയും വലിയൊരു സാഹചര്യം ഈ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലൊക്കെ അത്രയും നമ്മൾ പ്രതീക്ഷിച്ച മുന്നോട്ട് പോക്ക് നമുക്ക് നടന്നിട്ടില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ നേടാൻ കഴിഞ്ഞു. അതായത് BJP മറ്റൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയാണ്. ഒരു MLA ഉണ്ടാക്കുക എന്നുള്ള കാര്യം 2016 നടന്നു. ഒരു MP സൃഷ്ടിക്കുക എന്നുള്ളത് 2019 നടന്നു. 2025 ആകുമ്പോഴേക്കും ഒരു മേയറെ സൃഷ്ടിക്കുക, ഒരു കോർപ്പറേഷന്റെ ഭരണം രാജ്യത്തിന്റെ തലസ്ഥാനം നേടുക എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ടുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. സംസ്ഥാനത്തിന്റെ തലയാണല്ലോ, തലച്ചോറാണല്ലോ, ബ്രെയിൻ ആണല്ലോ സംസ്ഥാനം എങ്ങനെ ചിന്തിക്കുന്നത്. മോദിജി പറഞ്ഞു ഗുജറാത്തിൽ അഹമ്മദാബാദ് കിട്ടിയതിനു ശേഷമാണ്. അതെ 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 അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദിയുടെ അതേ അനുഭവമാണ് പക്ഷേ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് വെച്ചാൽ ജനങ്ങൾക്ക് BJP ജയിക്കുന്ന പാർട്ടിയാ തോന്നിയിരുന്നില്ല എന്നാണ്. BJP നല്ല പാർട്ടിയാണ്, നല്ലൊരു ഓൾട്ടർനേറ്റീവാണ്. പക്ഷേ BJPക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കില്ല. അതും BJPക്ക് വോട്ട് ചെയ്താൽ മറ്റോട് തന്നെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആൻറ്റി ഇൻക്യുബൻസി വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ തന്നെ വീണ്ടും ഭരണത്തിൽ വരുന്ന ഈ മാനസികമായിട്ടുള്ള ബാരിയറിനെയാണ് BJP മറികടക്കുന്നുണ്ട്. നിങ്ങൾ ജയിക്കുന്നൊരു പാർട്ടിയാണ്, നിങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJPക്ക് ജയിക്കാൻ സാധിക്കും, ഭരിക്കാൻ സാധിക്കും. ആ പ്രതീക്ഷ BJP കൃത്യമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, വിന്നബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഒരു വലിയ മാറ്റം കേരളത്തിൽ വരാനിരിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണങ്ങളൊക്കെ. LDF ഭരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ഉള്ള അനുഭവം കൂടെ അറിയാം. ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ, ഈ സ്വജനപക്ഷപാതിത്വം ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഈ ന്യൂനപക്ഷ പ്രീണനം ഇതൊക്കെ നമുക്കറിയാം. UDF ഒരു തരത്തിലും വ്യത്യസ്തമല്ല. UDF കൂടുതൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, SDPIയെ പോലെ, ഈ പറയുന്ന മുസ്ലിം ലീഗിനെ പോലെയൊക്കെയുള്ള സാമുദായിക തീവ്ര മതസംഘടനകൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന അവസ്ഥയിൽ, അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷ ഭരണമാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ മുസ്ലിം ലീഗിന് പുറമെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ നിരോധിത സംഘടനയായിട്ടുള്ള PFIയുടെ SDPIയും ഇവർക്ക് പൂർണ്ണമായിട്ട് പിന്തുണ കൊടുക്കുന്നുണ്ട്, പരസ്യമായിട്ട് പറഞ്ഞതിനകത്ത് കാര്യമില്ലാതില്ല. തീർച്ചയായിട്ടും അതെ. ബാലൻ പറയുന്നതിൽ ബാലൻ അത് പറയാൻ യാതൊരു ധാർമ്മികാധികാരവും ഇല്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. CPM അത് പറയാൻ അധികാരമില്ല. കാരണം CPM ഇപ്പോഴും പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് CPM ബന്ധം ഉണ്ടായിരുന്നല്ലോ. 2006 മുതൽ 2014 വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അവരുമായിട്ട് ചർച്ചകളും അവരുമായിട്ട് ക്ലോസ്ഡ് റൂം മീറ്റിംഗ്സും ഒക്കെ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാറാട് കലാപം ആവർത്തിക്കുന്നതാണ് ബാലൻ പറയുന്നതെങ്കിൽ മാറാട് കലാപം നടത്തിയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗും NDF ആണ് മരട് കലാപത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് തോമസ് P. ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ആ മുസ്ലിം ലീഗിനെ പറയാൻ ഇപ്പോഴും CPIയുടെ ധൈര്യമില്ല. കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് നാളെ ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്ന് നോക്കിയിരിക്കുകയാണ് അവർ. മുസ്ലിം ലീഗ് തങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി ഭരിക്കാലോ എന്ന വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് ലീഗിനെ പറയുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിനെ പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിനെ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദു കൂട്ടക്കൊല നടക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവർ 5000 കിലോമീറ്റർ അപ്പുറത്തുള്ള പാലസ്തീനു വേണ്ടി കരഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇത്രയും ചരിത്രപരവും സാംസ്കാരികവും രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ പറയേണ്ട സമയത്ത് അവരെ പറഞ്ഞിട്ടില്ല, മുസ്ലിമിനെ പറയേണ്ട സമയത്തും ഇപ്പോഴും അവരെ പറയുന്നില്ല. ഇത്
മുസ്ലിം വോട്ട് UDFനാണ് പോകുന്നത്, ഞങ്ങൾക്കത് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സമയത്ത് അതിനെതിരായിട്ടൊരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആനുകൂല്യത്തിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണമാണ്, രാഷ്ട്രീയ പരീക്ഷണമാണ് CPM നടത്തുന്നത്. അതല്ലാതെ അവർക്ക് ആ കാര്യത്തോട് യാതൊരു ആത്മാർത്ഥത ഇപ്പോഴും ഇല്ല. പക്ഷേ ഈ രണ്ടാൾക്കാരുടെയും സമീപനം മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ, കേരളത്തിൽ സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കണമെങ്കിൽ, ഒരു വികസിത കേരളത്തിൽ, ഒരു സുരക്ഷിത കേരളത്തിൽ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ഒരു BJP ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള യാഥാർത്ഥ്യബോധത്തിലേക്ക് മലയാളി പൊതുസമൂഹം പതുക്കെങ്കിലും നടന്നെടുക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ മാറ്റമുണ്ട്. ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ BJP വോട്ട് ചെയ്താൽ BJP ജയിക്കും എന്നൊരു തോന്നൽ ഈ പറഞ്ഞ പോലെ 10-25 മണ്ഡലങ്ങളിലെങ്കിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ ഉണ്ടാവാതെ വരില്ല. ഡബിൾ ഡിജിറ്റ് എന്നല്ലേ ഇന്നലെ അമിത്ഷാ അതെ ഡബിൾ ഡിജിറ്റ്. മാത്രമല്ല കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാനുള്ള പണിയാണ് നമ്മൾ ഇനി ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അമിത്ഷാ വെറുതെ വെറും വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ആളല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് കേരളത്തിലെ സമാജത്തിന് എത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത നാവുകളും മനസ്സും ഒരു ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ആപൽ ഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയുടെയൊക്കെ ഭാഗമായി നമ്മുടെ മുന്നിൽ വീണ്ടും സജീവമായി നമുക്ക് വേണ്ടി വർത്തമാനം പറയാനാണ് അഡ്വക്കേറ്റ് ശങ്കു ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നമ്മുടെ പൊതുജീവിതത്തിൽ ഉണ്ടാവുക, പറ്റുമെങ്കിൽ നമ്മുടെ ജനനായകരായിട്ട് തന്നെ നമ്മളെയൊക്കെ നയിക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. മാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിരന്തരമായ ആഗ്രഹം പോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യ ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി, സന്തോഷം. നേരത്തെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പലതവണ വരണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഇന്നാണ് ഇപ്പോൾ ഒഴിവ് കിട്ടിയത്. ഇനി പലപ്പോഴായിട്ട് അല്ലെങ്കിൽ സാധിക്കുമ്പോഴൊക്കെ വരാം. സന്തോഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.